തൃശൂർ മലക്കപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. 75 വയസ്സുള്ള മേരിയാണ് കൊല്ലപ്പെട്ടത്. തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപം ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു ഈ സംഭവം. അതേസമയം അതിരപ്പള്ളിയിലും കാട്ടാന ആക്രമണം നടന്നുവെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. വീട്ടുമുറ്റത്ത് കിടന്ന കാർ കാട്ടാന തകർത്തു. വെറ്റിലപ്പാറ വട്ടപ്പറമ്പിൽ ഷാജിയുടെ കാറാണ് തകർത്തത്. സനു കെ സജീവ് നൽകും കൂടുതൽ വിവരങ്ങൾ. സനു, വ്യത്യസ്ത സംഭവങ്ങൾ, പക്ഷേ കാട്ടാന ആക്രമണത്തിൽ ജില്ലയിൽ ഭീതി തുടരുകയാണ്. വിവരങ്ങൾ തീർച്ചയായിട്ടും അനു, ഒന്ന് ജില്ലയുടെ അതിർത്തി മേഖലയായിട്ടുള്ള തമിഴ്നാടിനോട് ചേർന്നുള്ള മലക്കപ്പാറയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു വയോധിക മരണപ്പെടുന്നത്. 75 വയസ്സുള്ള മേരിയാണ് കാട്ടാനക്കടിയിൽ ജീവൻ നഷ്ടമാകുന്നത്. അതായത് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി വീടിന്റെ പിൻഭാഗത്ത് വന്ന് കാട്ടാന തട്ടുകയായിരുന്നു. തുടർന്ന് ഇവര് വീട് തകർക്കുമെന്നുള്ള ഭയത്തിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതിനിടെ കാട്ടാന തുമ്പിക്കൈയിൽ ചുഴറ്റി എറിഞ്ഞാണ് ഈ മേരിയുടെ ജീവൻ അപഹരിച്ചിട്ടുള്ളത്. പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാനയുടെയും അതേപോലെ തന്നെ വന്യമൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അവിടെ പരിശോധന നടത്തുകയും ഇവയെ തുരത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തതാണ്. എന്നാൽ ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി കാട്ടാന എത്തുകയും വീടിന്റെ പിൻഭാഗം തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിനിരയായി 75 വയസ്സുള്ള വയോധികയായിട്ടുള്ള മേരി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മേരിയുടെ മകൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ, അതായത് മലക്കപ്പാറയിലെ തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലെ കുക്കായിട്ട് ജോലി ചെയ്യുകയാണ്. അദ്ദേഹം വീട്ടിലില്ലായിരുന്നു. മകളും മേരിയും ഉള്ള സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. സമാന സംഭവം തന്നെ അതിരപ്പള്ളി മേഖലയിലും, അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വന്യമൃഗ സാന്നിധ്യമൊന്നും ഇവിടെ ഇല്ലായിരുന്നു. എന്നാൽ വീണ്ടും അതിരപ്പള്ളി മേഖലയെ ആശങ്കയിലാക്കിക്കൊണ്ട് ഇന്നലെ വൈകിട്ട് ഒറ്റയാൻ ഇറങ്ങിയ വാർത്തയാണ് നമ്മൾക്ക് വരുന്നത്. അതിരപ്പള്ളിയിലെ വീട്ടുമുറ്റത്തിട്ടിരുന്ന കാറ് ഈ ഒറ്റയാൻ വന്ന് തകർത്തിരുന്നു. അതായത് ആന എത്തുന്നതുമായി ബന്ധപ്പെട്ട് ആന എത്തിയ വിവരം അറിഞ്ഞുകൊണ്ട് ഇതിനെ തുരത്തുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഷാജിയുടെ, അതായത് വെറ്റിലപ്പാറയിലെ ഷാജിയുടെ കാറാണ് ഈ കാട്ടാന തിരികെ എത്തി ഓടി രക്ഷപ്പെടുന്നതിനിടെ തകർത്ത. കാറിന്റെ പിൻഭാഗത്തെ ചില്ലുകളടക്കം തകർത്തിട്ടുണ്ട്. അതായത് അധികൃതരോട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ആനയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവുന്ന സമയത്തൊക്കെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നൊക്കെ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന്, വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നാട്ടുകാർ പരാതി നൽകും.